السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും സമയവിനിയോഗവും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ അധ്വാനങ്ങളും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരമകാരുണ്യകനായ അല്ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും ധാരാളം കാരുണ്യവും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിന് പ്രത്യുപകാരമായി നാം എന്തെങ്കിലും അള്ളാഹുവിന് കൊടുത്ത് സന്തോഷിപ്പിക്കണം, അവനെ തീറ്റിപ്പോറ്റണം എന്നൊന്നും അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹുവാണ് നാം അടക്കമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നവൻ. ആ പരമകാരുണ്യകനുമായി മനസ്സ് തുറക്കാൻ, അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം സമർപ്പിക്കുവാനുള്ള അവസരമാണ് നമസ്കാരം എന്ന് തിരിച്ചറിയുമ്പോൾ സത്യവിശ്വാസിക്കുണ്ടാകുന്ന അനുഭൂതിയും ആനന്ദവും പറഞ്ഞറിയിക്കുവാൻ സാധിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം ആസ്വദിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബദം പഠിച്ച അവിടുത്തെ അനുചരന്മാർ ആ നമസ്കാരം ആനന്ദത്തോടുകൂടി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു അത്രേ, യാ ബിലാൽ അഖിമിസ് സ്വലാത്ത വഅരിഹ്നാ ബിഹാ. അല്ലയോ ബിലാൽ, താങ്കൾ നമസ്കാരത്തിന് സമയമായി എന്ന അറിയിപ്പ് നൽകിക്കൊണ്ട് അതിലൂടെ നമുക്കൊരാശ്വാസം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും മാനസികമായ സംഘർഷങ്ങളോ സങ്കടങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമസ്കാരത്തിലൂടെ അതിന് അറുതി വരുത്തുകയും സമാശ്വാസം കണ്ടെത്തുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ജുഇലതു ഖുർറതു ഐനി ഫിസ്സലാത്ത്, എൻ്റെ കൺകുളിർമ നമസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസിയായ ഞാനും നിങ്ങളും ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഇബാദത്താണ് 5 നേരത്തെ നിർബന്ധമായ നമസ്കാരവും അതിനോടനുബന്ധമായി ഐച്ഛികമായി നാം നിർവഹിക്കുന്ന നമസ്കാരങ്ങളും എന്നത് അനുഭവത്തിലൂടെ പ്രമാണങ്ങളിലൂടെ നാം തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. സിലത്തുൻ ബൈനൽ അബ്ദി വ റബ്ബിഹി, ഒരു അടിമയും തൻ്റെ റബ്ബുമായിട്ടുള്ള പിടിക്കയറാണ്, കണക്ഷനാണ് വാസ്തവത്തിൽ നമസ്കാരം. ആ നമസ്കാരം ആര് ഉപേക്ഷിക്കുന്നുവോ, ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ആര് വീഴ്ച വരുത്തുന്നുവോ, പടച്ചവനുമായിട്ടുള്ള ബന്ധം അയാൾക്ക് തുലോം കുറവായിരിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുവാനോ പടച്ചവൻ്റെ സാന്നിധ്യം അറിയുവാനോ വേദനകളും സങ്കടങ്ങളും ഇറക്കി വെച്ച് മനസ്സിന് ആശ്വാസവും ആനന്ദവും നുകരുവാനോ അയാൾക്ക് സാധിക്കുകയില്ല. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 59-60 വചനങ്ങളാണ്. അതിനു മുമ്പ് പടച്ച റബ്ബ് നിരവധി പ്രവാചകന്മാരുടെ, നല്ല മനുഷ്യന്മാരുടെ ചരിത്രം എടുത്തു പറഞ്ഞതിന് ശേഷം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ആ നല്ലവരായ ആളുകൾക്ക് ശേഷം മോശപ്പെട്ട ചില ആളുകൾ പിൻഗാമികളിൽ കടന്നു വരും. അവരുടെ ഒന്നാമത്തെ ദോഷമായി
തകരാറായി ഖുർആൻ ഉണർത്തിയത് അല്ലാഹു സ്വലാത്ത്, അവർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവരാണ്. നമസ്കാരം പാടെ ഉപേക്ഷിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. നമസ്കരിക്കുന്നവരിൽ തന്നെ അതിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയില്ലാത്ത, ജമാഅത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കാത്ത, ആ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതിൻ്റെ ഫർളുകളും സുന്നത്തുകളും പഠിച്ച് ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാൻ സാധിക്കാത്ത ആളുകൾ ആ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് നമസ്കരിച്ച് കാണിച്ചു തന്നത് അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം. കൈകെട്ടലും റുകൂഉം ഇഅ്തിദാലും സുജൂദും അതിലെ ദിക്റുകളും ദുആകളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പഠിക്കുവാനും പകർത്തുവാനും നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാഹ്, ഇന്ന് എത്രയോ സൗകര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പറഞ്ഞു തരുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ ഏത് മേഖലയിലും കാണാവുന്നത് പോലെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച സിഫത്തു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനിയുടെ നമസ്കാരം, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ കഅന്നക തറാഹ, നീ അതിനെ നോക്കിക്കാണുന്നത് പോലെയുള്ള വിശദീകരണം എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഹദീസുകളുടെ സമാഹാരമാണ് ആ വിഷയത്തിൽ സ്വാഭാവികമായും നാം പരിചയപ്പെടേണ്ട സിഫത്തു സ്വലാത്ത് എന്ന ഗ്രന്ഥം. അതേപോലെ തന്നെ സ്വലാത്തുൽ മുഅ്മിൻ ഷെയ്ഖ് സഈദ് അൽ ഖഹ്താനിയുടെ ഗ്രന്ഥം റഹ്മത്തുള്ളാഹി അലൈഹി വിശ്വാസികളായ നമുക്ക് പാഠമാകേണ്ടതും മാതൃകയാകേണ്ടതുമാണ്. അതേപോലെ തന്നെ യൂട്യൂബിലൂടെയും നമ്മുടെ പീസ് റേഡിയോയിലൂടെയും എല്ലാം നമുക്ക് ആ വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളും അറിവുകളും കിട്ടും. അതനുസരിച്ച് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മൾ സാധിക്കുമ്പോൾ മാത്രമേ ആ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ എല്ലാ ഗുണഗണങ്ങളും നേടിത്തരുന്ന ശരിയായ അർത്ഥത്തിലുള്ള നമസ്കാരമായി മാറുകയുള്ളൂ. നേരെ മറിച്ച് ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ അതിന് വീഴ്ച വരുത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി എന്നോണം ഖുർആൻ എടുത്തു പറഞ്ഞത് വത്തബഉ ശഹവാത്ത്, അവർ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരാണ്. ചിലപ്പോൾ രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് ഫോണിൻ്റെയും നെറ്റിൻ്റെയും ഇടയിലൂടെ ആനന്ദത്തിൻ്റെ പേരിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ, ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എന്തെല്ലാം പേരിൽ നാം ആ അനാവശ്യമായ മേഖലയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ദേഹേച്ഛകളുടെ പിന്നാലെ പോകുമ്പോൾ ധാരാളം സമയം ചെലവഴിക്കാൻ, സമ്പത്ത് വിനിയോഗിക്കാൻ നമുക്കാർക്കും യാതൊരു തടസ്സവുമില്ല. അങ്ങനെ ആ ദേഹേച്ഛയുടെ പിന്നാലെ പോയി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ നൽകിയ താക്കീത് ഫസൗഫ യൽഖൗന ഗയ്യ, നരകത്തെ അവർ കണ്ടുമുട്ടേണ്ടി വരും, നരകമായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന ശൈആ. എന്നാൽ അത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചപ്പോൾ അപജയങ്ങളിൽ നിന്ന് തിരിച്ചറിവുകൊണ്ട് മാറി ചിന്തിക്കുവാനും പടച്ചവനോട് പശ്ചാത്തപിക്കുവാനും ആര് തയ്യാറായോ, വആമന സത്യവിശ്വാസം ഒന്നുകൂടി മിനുക്കുവാനും പൊതുക്കുവാനും ആര് തയ്യാറായോ, വഅമില സ്വാലിഹൻ അതിനോടനുബന്ധിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും തയ്യാറായ ആളുകൾ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ നിരാശപ്പെടേണ്ടതില്ല, അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വലാ യുദ്ലമൂന ശൈആ, അവരോട് തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല എന്നാണ്. അവിടെ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയൊരു സംഗതി, നമസ്കാരം ഒഴിവാക്കുന്നവരുടെ ഹുക്കുമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചത് ആയത്ത് വ്യക്തമായ ദിശാബോധം നൽകുകയാണ്. അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത്, നമ്മുടെയും അവരുടെയും ഇടയിലുള്ള വ്യത്യാസം വിശ്വാസി ആരാണ് അവിശ്വാസി ആരാണ് എന്ന് വേർതിരിച്ചറിയുവാനുള്ള ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡിലെ രേഖപ്പെടുത്തലുകളല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ വിശ്വാസി എന്ന് തിരിച്ചറിയുവാനുള്ള രേഖ നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഖുർആൻ ഇവിടെയും സൂചിപ്പിച്ചത്. ഇല്ലാ മൻ താബ വആമന, സത്യവിശ്വാസം സ്വീകരിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത ആളുകൾ നമസ്കാരം ഒഴിവാക്കുന്നതോടുകൂടി ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന്, ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് പല പണ്ഡിതന്മാരും ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമസ്കാരം വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ ഗൗരവമുള്ള സംഗതിയാണ്. അത് പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുനിയാവിലും ആഖിറത്തിലും പ്രകാശം നൽകുന്ന, ആശ്വാസം നൽകുന്ന
ദിശാബോധം നൽകുന്ന ഒന്നായിരിക്കും അയാൾക്ക് നമസ്കാരം. വസ്വലാത്തു നൂറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം അത് പ്രകാശമാണ്. ഇരുട്ടിൻ്റെ മറയിൽ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ എല്ലാവിധ പ്രതികൂല സാഹചര്യത്തിലും വഴിയറിയാതെ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് പ്രകാശം എപ്രകാരം വഴി കാണിക്കുന്നുവോ, ഇതേപോലെ ആത്മീയമായ സംഘർഷങ്ങളിൽ, മനോവ്യതകളിൽ, മാനസികമായ പിരിമുറുക്കങ്ങളിൽ തകർന്നു പോകുന്ന ആളുകൾക്ക് നമസ്കാരം ഒരു കരുത്തും അതേപോലെ തന്നെ ശക്തിയുമായി വർത്തിക്കുമെന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമസ്കാരത്തോടുകൂടി ഒരു ദിവസം തുടങ്ങുവാൻ ആർക്കെങ്കിലും സാധിച്ചാൽ, ജമാഅത്തായി സുബഹ് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ആർക്കെങ്കിലും സാധിച്ചാൽ, പടച്ച റബ്ബിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനിലായിരിക്കും, സംരക്ഷണത്തിലായിരിക്കും അയാളെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആരെങ്കിലും സുബഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് സഹോദരങ്ങളെ. എങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ പടച്ച റബ്ബിന്റെ സംരക്ഷണം കിട്ടുന്ന നമസ്കാരം ആ രീതിയിൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുമ്പോൾ തണുപ്പിൻ്റെയോ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെയോ ആനന്ദവും അനുഭൂതിയുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പടച്ച റബ്ബിന്റെ സ്നേഹവും പടച്ച റബ്ബിന്റെ സംരക്ഷണവും അള്ളാഹു എളുപ്പമാക്കി തരുന്ന ജീവിതത്തിന്റെ വഴികളെല്ലാം വെട്ടിപ്പിടിക്കുവാനുള്ള ഊർജവും ആ നമസ്കാരത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. പാപങ്ങൾ പൊറുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദമാക്കി കൊടുക്കുവാൻ ഒരിക്കൽ ഉണങ്ങിയ ഒരു കൊമ്പ് കയ്യിലെടുത്തുകൊണ്ട് ശക്തമായൊന്ന് കുലുക്കി. അപ്പോൾ ആ കൊമ്പിൽ നിന്ന് അതിലെ ഉണങ്ങിയ ഇലകൾ പൊഴിഞ്ഞു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതേപോലെയാണ് ഒരു വിശ്വാസി ശരിയായ രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അയാളുടെ പാപങ്ങൾ ഈ ഇലകൾ കൊഴിഞ്ഞു പോയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പാപങ്ങൾ നമസ്കാരം മുഖേന കൊഴിഞ്ഞു പോകും. എന്നിട്ട് ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഖിമിസ് സ്വലാത തറഫയിൻ നഹാരി വസുലഫം മിനൽ ലൈലി ഇന്നൽ ഹസനാത യുദ്ഹിബുനസ് സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. അഥവാ നന്മകൾ അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകളെ ഇല്ലാതെയാക്കി കളയും. അള്ളാഹുവിൻ്റെ സഹായത്തിന് ആ നമസ്കാരം കരുത്തേകും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖലയിലും ആശ്വാസവും നിർവൃതിയും ഉണ്ടാകും, സമാധാനമുണ്ടാകും. ആ നമസ്കാരം ഒഴിവാക്കുവാൻ ഒരു നിലക്കും യാതൊന്നും തടസ്സമാകുവാൻ പാടില്ല. സങ്കടകരമാണ് പലപ്പോഴും ചില ആളുകൾ പറയുന്നത്, നമസ്കാരത്തിന് താങ്കളെ ജമാഅത്തിൽ പള്ളിയിൽ കണ്ടില്ലല്ലോ, ഇന്ന് എന്തുകൊണ്ട് സുബഹി ജമാഅത്തിന് കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ആർക്കും തഹജ്ജുദ് നമസ്കാരത്തിൽ അത് കൂടുതൽ ഓതിപ്പോയതുകൊണ്ട് അപ്പോൾ ഞാൻ സുബഹിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാരണമല്ല ആരും പറയുന്നത്. മറിച്ച് രാത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനന്ദത്തിൻ്റെയും വിനോദത്തിൻ്റെയും പേരിൽ നാം ചെലവഴിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മക്കളുടെ പേരിൽ, അതല്ലെങ്കിൽ നാം ചെയ്യുന്ന ഇടപാടുകളുടെയും ബിസിനസ്സിൻ്റെയും പേരിൽ, ഇതെല്ലാം ദുനിയാവിലെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അള്ളാഹുവിൽ നിന്ന് അകലുവാനും അള്ളാഹുവിനെ വിസ്മരിപ്പിക്കുവാനുമുള്ള തടസ്സങ്ങളായി മാറുന്നുവെങ്കിൽ നാം ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ അള്ളാഹു തിരിച്ചെടുത്താൽ, നമ്മുടെ ബിസിനസ് അള്ളാഹു തകർത്തു തന്നാൽ, ഞാൻ കൃത്യമായി നമസ്കാരത്തിനും ദഅവത്തിനും ദീനിയായ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകുവാൻ ഞാൻ സന്നദ്ധനാണ് എന്നൊരു മറുവായന അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നറിയാൻ. അതുകൊണ്ട് ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം ന്യായമല്ല പള്ളിയിൽ വരാതിരിക്കാൻ, നമസ്കാരം നിർവഹിക്കാതിരിക്കാൻ അള്ളാഹു നൽകിയ സൗകര്യങ്ങളൊന്നും. ആ നമസ്കാരം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാകണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എവിടെയെങ്കിലും കണ്ടതുപോലെ ആരെങ്കിലും പറഞ്ഞതുപോലെയല്ല. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ നമസ്കരിക്കണം. മൻ തവല്ലഅ കമാ ഉമിർ, കൽപ്പിക്കപ്പെട്ടതുപോലെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ആരെങ്കിലും ഒളുവെടുത്താൽ, വസല്ല കമാ ഉമിർ, എപ്രകാരമാണോ നിർദ്ദേശിക്കപ്പെട്ടത് അതേപോലെ ആരെങ്കിലും നമസ്കാരം നിർവഹിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ അമൽ, അയാളുടെ ജീവിതത്തിൽ മുൻപ് കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ നാം പല രൂപത്തിൽ പഠിച്ചിട്ടുണ്ടാകും, അഥവാ കണ്ട് പകർത്തി വന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രമാണങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണോ എൻ്റെ നമസ്കാരം എന്ന് നാം അന്വേഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും നിർബന്ധ ബുദ്ധി ഉണ്ടാകേണ്ട ഒന്നാണ് നമസ്കാരത്തിലെ ഖുശൂ, നമസ്കാരത്തിൽ ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ, അതിലൊരു ആത്മാർത്ഥതയും മനസാന്നിധ്യവും. ആ നമസ്കാരം എങ്കിൽ മാത്രമേ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എല്ലാവർക്കും വിജയം പറഞ്ഞില്ല. എന്നാൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞപ്പോൾ അവരുടെ പ്രഥമ ക്വാളിറ്റിയായി, ഒന്നാമത്തെ അവരുടെ യോഗ്യതയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ ഭക്തിയുള്ളവരാണ്. പടച്ചവനോടുള്ള സ്നേഹവും പടച്ചവനോടുള്ള അടുപ്പവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വിനയം നിറഞ്ഞ മനസ്സും സ്വാഭാവികമായും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്ന സംഗതിയാണ്. അതിന് ഉപോത്ബലകമായ കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാകണം ആ നമസ്കാരം എന്നാണ്. അത് സുന്നത്തല്ലേ, അതല്ലെങ്കിൽ അത് ഫറളായ കാര്യമല്ല, ഷർത്തായ സംഗതിയല്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുവാൻ സാധിക്കുകയില്ല. ആളുകളെല്ലാവരും അവഗണിച്ചാലും പ്രവാചക തിരുമേനിയുടെ അധ്യാപനങ്ങളെ നാം അവഗണിക്കുക ഒരിക്കലും ചിന്തിക്കുവാൻ പോലും പാടുള്ളതല്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരിക്കൽ നമസ്കാര ശേഷം പ്രവാചക തിരുമേനി പറഞ്ഞു, യാ ഫുലാൻ അലാ തുഹ്സിൻ സ്വലാതക അലാ യൻദുറുൽ മുസല്ലി ഇദാ സ്വല്ല കൈഫ യുസല്ലി. അഥവാ ഒരു നമസ്കരിക്കുന്ന ആൾ അയാൾ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്ന് ഞാൻ എന്നെക്കുറിച്ചും നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ആലോചിക്കണം. ഫഇന്നമാ യുസല്ലി ലിനഫ്സിഹി, ആർക്കെങ്കിലും വേണ്ടി എടുത്തു തീർക്കേണ്ട ഒരു ജോലിയല്ല. എൻ്റെ ഖബറിലേക്ക്, എൻ്റെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി അല്ലാഹു വിചാരണക്ക് കൊണ്ടുവരിക നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വിജയം വരിക്കുവാൻ സാധിച്ചാൽ, അതിൻ്റെ സമയാസമയങ്ങളിൽ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് പടച്ചവനെ. രോഗിയായി കിടന്നപ്പോഴല്ലാതെ, ഞാൻ യാത്രയിലായിരുന്നപ്പോഴല്ലാത്ത എല്ലാ സന്ദർഭത്തിലും ആരോഗ്യത്തോടുകൂടി എനിക്ക് നടന്നുപോയി പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ച എല്ലാ സന്ദർഭങ്ങളിലും ബോധപൂർവം ഞാൻ ജമാഅത്ത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ, നമസ്കാരത്തിൻ്റെ സമയവും അതേപോലെ അതിൻ്റെ ഫറളുകളും സുന്നത്തുകളും രൂപങ്ങളും ദിക്റുകളും ദുആകളുമെല്ലാം ശരിയായ രൂപത്തിൽ പഠിച്ചറിഞ്ഞ് നാം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, നമസ്കാരത്തെക്കുറിച്ചുള്ള ആ അവിടുത്തെ പരലോകത്തെ 1-ാമത്തെ ചോദ്യത്തിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയാണെങ്കിലോ, അതിനുശേഷമുള്ള എല്ലാ സംഗതികളും അയാൾക്ക് എളുപ്പമായിരിക്കും. സക്കാത്തിൻ്റെ വിഷയത്തിലും നോമ്പിൻ്റെ കാര്യത്തിലും ഹജ്ജിൻ്റെ വിഷയത്തിലും എല്ലാം അയാൾക്ക് പിന്നെ എളുപ്പമായിരിക്കും. അതിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരുപക്ഷെ അവസാനത്തെ നമസ്കാരമായിരിക്കാം നാം ഓരോ വക്ത നമസ്കരിക്കുമ്പോഴും. അതിന് ഏറെ സാധ്യതകളുണ്ട്. വെറും സാങ്കല്പികമായ സംഗതി മാത്രമല്ല അത്. നാം ഇപ്പോൾ ളുഹ്ർ നമസ്കരിച്ചു, അതിൻ്റെ കൂടെ അസർ കൂടി ജംആക്കി നമസ്കരിച്ചു. നാം അടുത്ത നമസ്കാരത്തിന് അഥവാ മഗ്രിബ് നമസ്കരിക്കാൻ ആരോഗ്യത്തോടുകൂടി ആയുസ്സും ജീവനും നമ്മുടെ കൂടെ ശേഷിക്കുമെന്ന് നമ്മിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായി ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും? നാം എത്രയോ ആളുകളെ സുബഹ് നമസ്കാരത്തിൽ ഒരുമിച്ച് നിന്ന് ജമാഅത്തിൽ പങ്കെടുത്ത് ളുഹറിന് മുമ്പ് അവർക്ക് വേണ്ടി ജമാഅത്തിൽ നാം മയ്യത്ത് നമസ്കരിച്ച ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്ത പല സംഭവങ്ങളും നമ്മുടെയെല്ലാം പരിസരങ്ങളിലും നമ്മുടെയെല്ലാം ജീവിതത്തിലും കഴിഞ്ഞു പോയിട്ടില്ലേ? ഇശാ നമസ്കാരം കഴിഞ്ഞ് കൈ കൊടുത്ത് സലാം പറഞ്ഞ് പിരിഞ്ഞ ആ സഹോദരന്റെ മരണവാർത്ത സുബഹി നമസ്കാരത്തിന് പള്ളിയിലെത്തിയപ്പോൾ നമ്മുടെ കാതുകളിലേക്ക് വന്നത് നാം മറന്നുപോയോ? ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ നാളെ എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ നാം പരസ്പരം കേൾക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസല്ലി സ്വലാത്ത റജുലിൻ
ലാ യളുന്നു അന്നഹു യുസല്ലി സ്വലാത്തൻ ഗൈറഹാ. നമസ്കാരം അനുഭൂതിയാകണമെങ്കിൽ, ആസ്വദിക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയെങ്കിലും തോന്നുവാൻ സാധിക്കണം. അതായത് ഇനി ഒരു നമസ്കാരം എനിക്ക് നിർവഹിക്കുവാൻ സാധ്യമല്ല എന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യനെ പോലെ നീ നമസ്കരിക്കുവാൻ നിൽക്കണം. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അദ്ദേഹത്തിന്റെ വധശിക്ഷ വിധിച്ചുകൊണ്ട് അവസാനത്തെ അഭിലാഷം എന്താണ് അത് അനുവദിച്ചു കൊടുക്കുവാൻ അവർ അംഗീകരിച്ചു കൊടുത്തപ്പോൾ 2 റക്അത്ത് നമസ്കരിക്കാൻ ചോദിച്ച ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരം, അഥവാ അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് ചോദിക്കുവാനുള്ളതെല്ലാം ചോദിക്കുവാനുള്ള അവസാനത്തെ നിമിഷമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന പരമകാരുണ്യകനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ, എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ അധികാരത്തേക്കാൾ, എൻ്റെ ജോലിയേക്കാൾ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയേക്കാളും മക്കളെക്കാളും ദുനിയാവിൽ എനിക്ക് വേണ്ടപ്പെട്ടതും വേണ്ടപ്പെട്ടവരുമായി എന്തെല്ലാമുണ്ടോ അതിനേക്കാളെല്ലാം, അവരെക്കാളെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവനും എനിക്ക് വലിയവനും അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ മഹത്വം വ്യക്തമാക്കിക്കൊണ്ട് നെഞ്ചത്ത് കൈവച്ച് പറയുന്ന ഓരോ ദിക്റുകളും, ആ ഫാത്തിഹയുടെ ഓരോ വരികളും തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുപോലെ അള്ളാഹു നമ്മളും തമ്മിലുള്ള ഒരു കരാറാണ്, ഒരു ഉടമ്പടിയാണ്. ആ നമസ്കാരം അതേ രീതിയിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ തീർച്ചയായും മനസ്സിന് വല്ലാത്ത അനുഭൂതിയും നിർവൃതിയും ഉണ്ടാകും. പരലോകത്ത് തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ വിചാരണയിലൂടെ തന്നെ നമുക്ക് സന്തോഷം നൽകുന്ന അനുഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ പഠിക്കുവാനും അത് പരിശീലിക്കുവാനും നമുക്ക് സാധിക്കണം. ചില ആളുകൾ ഒളുവെടുക്കുമ്പോൾ ധാരാളം വെള്ളം അങ്ങ് വേസ്റ്റാക്കി കളയും. പക്ഷെ പ്രവാചക തിരുമേനയുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ടാകുന്ന ഇതേപോലെയുള്ള വേനൽ ശക്തമാകുന്ന സന്ദർഭങ്ങളിൽ 3 വട്ടം എല്ലാ അവയവങ്ങളും കഴുകിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തവണ അവയവങ്ങൾ കഴുകിക്കൊണ്ട് ഒളുവെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 2 തവണ കഴുകിക്കൊണ്ട് ഒളുവെടുത്തിട്ടുണ്ട്. 3 തവണയിൽ അധികരിച്ചിട്ടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, പരിമിതിയുണ്ടെങ്കിൽ ആ സുന്നത്ത് നമുക്ക് പ്രയോഗവൽക്കരിക്കാം. വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ നമസ്കാരം ഒഴിവാക്കേണ്ടതില്ല. തയമ്മും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3-ലധികം തവണ കഴുകുന്ന ആളുകൾ പോലും ചിലപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് നിർബന്ധമായും നനയേണ്ട ഭാഗങ്ങൾ നനയാതെ ഒളുവെടുക്കുമ്പോൾ വാരിക്കോരി വെള്ളം ഉപയോഗിക്കുന്നു. അത് ധാരാളിത്തം പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു അല്പമൊന്ന് ലാവിഷായി ഒളുവെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ സറഫു യാ സഅദ്, അല്ലയോ സഅദ്, ഇതെന്തൊരു ധാരാളിത്തമാണ്, ധൂർത്താണ്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പ്രവാചകനോട് അത്ഭുതത്തോടുകൂടി. അള്ളാഹു ഇറക്കിയ വെള്ളം, അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, നമസ്കരിക്കാൻ ഒരു വിശ്വാസി അംഗസ്നാനം നടത്തുമ്പോൾ, ശുദ്ധി കൈവരിക്കുമ്പോൾ അവിടെയുമുണ്ടോ ഈ ധൂർത്തും അമിതത്വവുമൊക്കെ? പ്രവാചക തിരുമേനി തിരുത്തി കൊടുത്തു, നഅം, ഉണ്ട്. വഇൻ കുൻത അലാ നഹ്റിൻ ജാരിൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയുടെ ഓരത്ത് നിന്നാണ് താങ്കൾ ഒളുവെടുക്കുന്നതെങ്കിൽ പോലും അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒളുവിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ്. ഒളു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരം 100 ശരിയായാലും ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്തൻ മിൻ ഗൈരി ത്വഹൂരിൻ, ശുദ്ധിയോടുകൂടിയുള്ളതല്ലാത്ത നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അതേപോലെ നമ്മളൊക്കെ നമസ്കാരത്തിൻ്റെ രൂപവും രീതിയുമൊക്കെ പഠിച്ചപ്പോൾ മദ്രസയിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. വായിൽ വെള്ളം എടുത്ത് കുലുക്കുഴിയുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണമെന്നത്. അത് നമ്മൾ പറയും, പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതിയിട്ടുമുണ്ടാകും. പക്ഷേ പ്രാക്ടിക്കലായി നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ഒളുവെടുക്കുമ്പോൾ വെള്ളമെടുക്കും, വായിലെടുക്കും, വായിൽ നിന്ന് തുപ്പുക എന്നല്ലാതെ കുലുക്കുഴിയുക എന്ന സുന്നത്ത് അവഗണിക്കപ്പെടുകയാണ്. മൂക്കിൽ വെള്ളം കയറ്റുക എന്നത് നാം എന്നേ മറന്നതാണ്. മൂക്കിൽ പലപ്പോഴും നമ്മുടെ വിരൽ മാത്രമേ കയറാറുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളുവെടുക്കുമ്പോൾ 2 കൈയിലും വെള്ളമെടുക്കും. എന്നിട്ട് വായിൽ അല്പം വെള്ളമാക്കി കഴിഞ്ഞാൽ ബാക്കി വെള്ളം വലത്തെ കൈയിൽ പിടിച്ചുകൊണ്ട് മൂക്കിലേക്ക് കയറ്റുകയും ഇടത്തെ കൈ കൊണ്ട് പിഴിഞ്ഞു കളയുകയും ചെയ്യും. വായിലുള്ള വെള്ളം കുലുക്കുഴിഞ്ഞ്
പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കളയുവാൻ നാം നന്നായി കുലുക്കുഴിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുലുക്കുഴിഞ്ഞ് തുപ്പുമായിരുന്നു. അങ്ങനെയാണ് വുളുവിൻ്റെ രീതി. അതേപോലെ തല തടവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയുടെ തുടക്കത്തിൽ നിന്ന് പിരടി വരെയും കൈകൾ കൊണ്ടുപോയി ആ കൈകൾ തിരിച്ചു കൊണ്ടുവന്ന് അതേ കൈകൊണ്ട് വേറെ വീണ്ടും വെള്ളമെടുക്കാതെ ചെവിയുടെ അകംഭാഗവും പുറംഭാഗവും തടവി ശുദ്ധീകരിക്കുന്ന ആ വുളുവിൻ്റെ രീതി നമ്മൾ പഠിക്കേണ്ടതും പകർത്തേണ്ടതുമാണ്. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവിടേക്കും ഇവിടേക്കും നോക്കാതെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുവാനും ഓരോ റുകൂഇലും അതേപോലെ തന്നെ ഖിയാമിലും ഇഅ്തിദാലിലും സുജൂദിലും എല്ലാം നിർബന്ധമായി വേണ്ടതാണ് തുമഇനീനത്ത്, ഒരടക്കവും ഒതുക്കവും ഉണ്ടാകണം. എന്തെല്ലാം തിരക്കുകൾ നമുക്കുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പറ്റാത്ത അങ്ങനെ ആകെ കൂലങ്കഷമായ ഹറിബറിയായ ഒരു നമസ്കാരം വേണ്ടതില്ല. നമ്മൾ നന്നായി വിശക്കുന്നു, നമുക്ക് നന്നായി ദാഹിക്കുന്നു എങ്കിൽ ആ വിശപ്പും ദാഹവും മാറ്റിയതിനു ശേഷം നമസ്കരിക്കാൻ നിന്നാൽ മതി എന്നതാണ് പ്രവാചക തിരുമേനിയുടെ അധ്യാപനം. അതേപോലെ മലമൂത്ര വിസർജനത്തിനായി നമുക്ക് വല്ലാത്ത ആവശ്യമുണ്ട്, ആ സന്ദർഭത്തിൽ നമസ്കരിക്കാൻ നിൽക്കേണ്ടതില്ല. ആ ആവശ്യം നിർവഹിച്ചതിന് ശേഷമായിരിക്കണം നമസ്കരിക്കാൻ നിൽക്കേണ്ടത്. അങ്ങനെ നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ റബ്ബിനോട് തുറന്നു പറയുന്ന ആ രംഗങ്ങളായി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുമ്പോൾ തീർച്ചയായും ആ നമസ്കാരം മുൻഗാമികളായ വിശ്വാസികൾക്ക് സലഫുസ്സാലിഹീങ്ങൾക്ക് നൽകിയതുപോലെ വലിയ ഊർജവും ആവേശവും നൽകും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും ഈ നമസ്കാരം നീചവും മ്ലേച്ഛവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിലക്കി നിർത്തും, അകറ്റി നിർത്തും എന്ന് പരിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലൂടെ പറയുമ്പോൾ നമ്മൾ കാണുന്നത് നമസ്കരിക്കുന്ന ആളുകൾ തന്നെ വൃത്തികേടുകൾ ചെയ്യുന്നതായിട്ടാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാർ നമസ്കാരക്കാരുടെ കൂട്ടത്തിലുണ്ട്. കളവ് പറയുന്ന ആളുകൾ നമസ്കാരക്കാരുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ മോശമായ ചെയ്തികളും വൃത്തികേടുകളും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും പടച്ചറബിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ വാക്കുകൾ തെറ്റുകയില്ല. അള്ളാഹു പറഞ്ഞതൊരിക്കലും അബദ്ധമാവുകയില്ല. അപ്പോൾ നാം തിരിച്ചറിയേണ്ടത് നമസ്കാരം, നമ്മുടെ നമസ്കാരം അള്ളാഹ് പറഞ്ഞ നമസ്കാരമായിട്ടില്ല എന്ന തിരിച്ചറിവാണ്. ആ നമസ്കാരം അള്ളാഹു പറഞ്ഞതുപോലെയാകണമെങ്കിൽ പ്രവാചക തിരുമേനെ പഠിപ്പിച്ചതുപോലെയാകണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ നമസ്കാരത്തിൻ്റെ ഒരു ഓജസ്, അതിൻ്റെ ഒരു പ്രകാശം, അതിൻ്റെ ഒരു സുഗന്ധം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലയിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ശ്രദ്ധയും നിർദ്ദേശവുമാണ് പ്രവാചക തിരുമേനി നമസ്കരിക്കുമ്പോൾ, ഒറ്റക്ക് നമസ്കരിക്കുന്ന സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ ഇമാമായി നിൽക്കുമ്പോൾ ഒരു സുത്ര, മുന്നിൽ ഒരു മറ പ്രവാചക തിരുമേനി വളരെ ശ്രദ്ധയോടുകൂടി അത് സൂക്ഷിച്ചിരുന്നു, അത് പാലിച്ചിരുന്നു. യാത്രയിലാണെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ടിൽ വഴിയിൽ ഇറങ്ങി നമസ്കരിക്കേണ്ടി വരുമ്പോൾ നിൽക്കുന്നതിന് മുമ്പിൽ ആ പ്രവാചകൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു വടിയോ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ ഒരു കുന്തമോ എന്തെങ്കിലും ഒന്ന് നാട്ടി വെച്ചിട്ട് പിന്നിൽ നിന്ന് നമസ്കരിക്കും. നമുക്ക് പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഒരു ശ്രദ്ധയുള്ള ആളാണെങ്കിൽ തീർച്ചയായും പള്ളിയുടെ ചുമരുകളുണ്ട്, അതേപോലെ തന്നെ തൂണുകളുണ്ട്, അവിടെയുള്ള കസേരയുണ്ടാകും, അതല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകളുണ്ടാകും. അവരുടെ പിന്നിൽ നിന്ന് കൈകെട്ടുവാൻ സാധിക്കണം. അതൊന്നും ശ്രദ്ധിക്കാതെ നടുവിൽ തന്നെ പോയി നിന്നുകൊണ്ട് കൈകെട്ടുമ്പോൾ ആ സുന്നത്ത് നമ്മൾ വിസ്മരിക്കുകയാണ്. അതേപോലെ പ്രവാചക തിരുമേനി കൈ കെട്ടുമ്പോൾ വിരലുകൾ ചേർത്ത് പിടിച്ച് ചുമലിന് നേരെ അതല്ലെങ്കിൽ ചെവിക്ക് നേരെ ഉയർത്തി വിരലുകളുടെ വെള്ളഭാഗം ഉൾഭാഗം ഖിബലക്ക് നേരെ തിരിഞ്ഞു വരുന്ന രീതിയിൽ അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് കൈകെട്ടാറുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരമൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ പലതും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. കൈ ഉയർത്തുന്നതും അതേപോലെ തന്നെ കൈ ഉയർത്തിയാൽ തന്നെ അത് ശരിയാകുന്നുണ്ടോ എന്നതും അതിൽ ചെല്ലേണ്ടുന്ന ദിക്റുകളും ഓരോന്നും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യങ്ങൾ പ്രവാചക തിരുമേനി നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിനൊരു സുത്ര സ്വീകരിച്ചിരുന്നു. നിങ്ങൾ സുത്ര സ്വീകരിക്കണം എന്ന് പറഞ്ഞ പ്രവാചകന്റെ വാചികമായ നിർദ്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ച ഫിഅലിയായ പ്രവാചകന്റെ പ്രവൃത്തിപരമായ മാതൃകയുണ്ട്. ആ നമസ്കാരത്തിൻ്റെ ഓരോ സംഗതികളും റുകൂഅ് അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ഫാത്തിഹ സൂറത്തും അതിനു മുമ്പ് ദുആഉൽ ഇസ്തിഫ്താഹും
ഫാത്തിഹയും സൂറത്തുമെല്ലാം ഓതിക്കഴിഞ്ഞ് റുക്കൂ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകും തലയും എല്ലാം ഒരേ ലെവലിൽ ആയി വരുന്ന രീതിയിലാണ് പ്രവാചകന്റെ റുക്കൂ. ആ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അളീം അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിടും. അതിനുശേഷം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോഴും കൈകൾ രണ്ടും ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ ഉയർന്നുകൊണ്ട് ഇങ്ങനെ നമസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങളും പ്രവാചക തിരുമേനി പഠിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യുവാൻ സാധിച്ചാൽ തീർച്ചയായും ആ നമസ്കാരം ഏത് കർമ്മവും അള്ളാഹു സ്വീകരിക്കുവാനുള്ള നിബന്ധനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാവുക എന്നത്. രണ്ടാമത്തേത് പ്രവാചകന്റെ മാതൃക അനുസരിച്ചുകൊണ്ടാവുക എന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നമസ്കാരം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമസ്കരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. ഫർദ് നമസ്കാരങ്ങളിൽ വന്നു പോകുന്ന വീഴ്ചകളും കുറവുകളും അള്ളാഹു പരിഹരിക്കുവാനുള്ള ഒരു സംഗതിയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, സ്വർഗത്തിലേക്ക് കൂടുതൽ എളുപ്പത്തിലെത്തുവാനുള്ള സംഗതിയാണ് ഫർദിന് പുറമെയുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ. അത് നമ്മൾ ശീലിക്കണം, പ്രാർത്ഥിക്കണം. റഹ്മാനായ റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്ത് നിർവൃതിയോടെ സന്തോഷത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ്, മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.